79ാമത് സന്തോഷ് ട്രോഫിക്കുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഷഫീഖ് ഹസൻ പരിശീലകനാകുന്ന, ജി സഞ്ജു നായകനാകുന്ന ടീം. നമുക്ക് പരിശീലനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ദേശീയ ഗെയിംസിലൊക്കെ കേരളത്തിനെ പരിശീലിപ്പിച്ച് കഴിവ് തെളിയിച്ച ആളാണ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷ? ആദ്യം ദേശീയ ഗെയിംസിൽ നിന്ന് തുടങ്ങാം. സ്വാഭാവികമായിട്ട് ഓരോ ടൂർണമെൻറ്റും പുതിയ ടൂർണമെൻറ്റാണ്. എൻ്റെ ഫിലോസഫി അനുസരിച്ച് നമ്മൾ പാസ്റ്റ് ഈസ് പാസ്റ്റ്. നമ്മൾ അടുത്തത് എന്താണ്, അടുത്ത ടാർഗറ്റ് എന്താണ്, അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുക, അതിന് വേണ്ടിയിട്ട് മാക്സിമം എഫേർട്ട് ഇടുക. അതിന് ആസ് എ കോച്ച് എന്നുള്ള നിലയിൽ നമ്മളതാൽ കഴിയുന്ന എല്ലാ ഇൻപുട്സും കളിക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മൈക്രോ മാനേജ്മെൻറ്റിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് കാലാവസ്ഥയാണെങ്കിലും അതുപോലെ തന്നെ ഭക്ഷണമാണെങ്കിലും അതുപോലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ആണെങ്കിലും നമ്മൾ അത്തരത്തിലുള്ള ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ഒരു ട്രൈ എന്നുള്ളതല്ല, ഡു എന്നുള്ളതാണ് നമ്മുടെ ഫിലോസഫി. ഈ ക്യാമ്പിലടക്കം താരങ്ങളുടെ പ്രകടനം എങ്ങനെയാണ് താരങ്ങളുടെ പ്രകടനത്തെ വിലയിരുത്തുന്നത്? എല്ലാവർക്കും അവരുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് അറിയാം. എല്ലാം ഇപ്പോൾ അതിൽ 35 പേര് അല്ലെങ്കിൽ ഇൻ്റർ ഡിസ്ട്രിക്റ്റിൽ വന്ന ആളുകൾക്ക് വരെ നമുക്ക് അവരെന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാം. അപ്പോൾ അതിൽ ആരാണോ മികച്ചു നിൽക്കുന്നത് അവരാണ് ഫൈനൽ പ്രോസസ്സിൽ 22ലേക്ക് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അവരുടേതായ ഡ്യൂട്ടി ചെയ്യും. അത് 11ൽ വരുന്ന കളിക്കാരാണെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ടിലുള്ള ആളുകളാണെങ്കിലും. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് ആ ഒരു ക്ലാരിറ്റി കൊടുക്കുക, വാട്ട്സ് ദെയർ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി വെൻ അറ്റാക്കിംഗ്, ഡിഫെൻഡിങ് അല്ലെങ്കിൽ ഗെയിമിൻ്റെ മൊമെൻറ്റിൽ എന്നുള്ളത്. അപ്പോൾ പഞ്ചാബുമായിട്ടുള്ള ആദ്യത്തെ മത്സരമാണ് നമ്മുടെ ടാർഗറ്റിലുള്ളത്. ഈ കാലാവസ്ഥയടക്കം വയനാട്ടിലടക്കം പരിശീലനം നടത്തിയിരുന്നു കാലാവസ്ഥയെ പ്രതിരോധിക്കാനായിട്ട്. അപ്പം കാലാവസ്ഥയുടെ പ്രതികൂല ഘടകമാകുമെന്ന് തോന്നുന്നുണ്ടോ? ഒന്നും പ്രതികൂല ഘടകമാകരുത്, അതിൽ ആരും ഒരു സർപ്രൈസ് ആവരുത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വയനാട്ടിലേക്ക് മാറ്റിയത്. അപ്പോൾ കളിക്കാർ ഒരിക്കലും സർപ്രൈസ്ഡ് ആവില്ല. നമ്മൾ നാഷണൽ ഗെയിംസിന് പോയ സമയത്തും നമ്മൾ അത്തരത്തിലുള്ള പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കളിക്കാർക്ക് ഒന്നും അൺഎക്സ്പെക്റ്റഡായി വരരുത്. അപ്പം ആ എക്സ്പെക്റ്റഡ് ആണ് നമ്മളെല്ലാവരും എങ്ങനെയാവും എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള മാക്സിമം എഫേർട്ട് നമ്മളെടുക്കും. ഏതായാലും നായകൻ സഞ്ജു നമുക്ക് പോകുന്നുണ്ട്. സഞ്ജു, അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി സന്തോഷ് ട്രോഫിയിൽ കേരളത്തെ നയിക്കാൻ ഒരു ഭാഗ്യം ലഭിക്കുകയാണ്. കഴിഞ്ഞ വർഷം അവസാന നിമിഷമാണ് കിരീടം നഷ്ടമാകുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം നഷ്ടമായ കിരീടം തിരികെ കൊണ്ടുവരിക തന്നെയല്ലേ ലക്ഷ്യം? തീർച്ചയായിട്ടും നമ്മൾ ഏതൊരു ടൂർണമെൻറ്റിന് പോയാലും കപ്പടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയേ പോകാറുള്ളൂ. അത് ഈ വർഷം, കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടിയില്ല. അത് ഈ വർഷം കേരളത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് മാക്സിമം നോക്കും. ഈ സൂപ്പർ ലീഗ് അടക്കം വലിയ തോതിൽ സഹായകരമായിട്ടുണ്ടോ? തീർച്ചയായിട്ടും സൂപ്പർ ലീഗ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ കുറേ പ്ലേയേഴ്സ്, കേരളത്തിലെ കുറേ പ്ലേയേഴ്സ്, യങ്സ്റ്റേഴ്സിനായാലും പ്ലേയേഴ്സിനായാലും ഡിപ്പാർട്ട്മെൻറ്റ് പ്ലേയേഴ്സിനായാലും അതൊരു ഓപ്ഷനാണ്. നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനും നമുക്ക് അതിൻ്റെ ആ ഒരു ലെവലിൽ നിന്ന് വേറെ ലെവലിലേക്ക് പോകാനായിട്ടുള്ളൊരു നല്ലൊരു ഇതാണ് SLK ചെയ്തത്. സഹപരിശീലകരും ടീം മാനേജറും ഒക്കെ നമുക്ക് ചേരുന്നുണ്ട്. ഇപ്പം ചാക്കോ സാർ കേരളത്തെ പരിശീലിപ്പിക്കാൻ എത്തുകയാണ് ഗോൾ കീപ്പിംഗ് കോച്ചായിട്ട്. അപ്പോൾ എക്സ്പീരിയൻസ് അടക്കം താങ്കളുടെ ഒരു അനുഭവം താരങ്ങൾക്ക് പകർന്നു കൊടുക്കുക തന്നെയായിരിക്കും അല്ലേ ലക്ഷ്യം? തീർച്ചയായിട്ടും. ഞാൻ സന്തോഷ് ട്രോഫി വിൻ ചെയ്ത ടീമിലുണ്ടായിരുന്നു. റണ്ണേഴ്സ് കപ്പ് ആയിട്ടുള്ള 2 ടീമിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു 6 തവണ സെമി എടുത്ത ടീമിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അവർക്ക് പറഞ്ഞു കൊടുക്കാം. പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ ഗോൾ കീപ്പേഴ്സിന് ഗോൾ കീപ്പർ കോച്ചസ് ഉണ്ട്. അവർ ലൈസൻസ് എടുത്ത് അവർ കോച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പണ്ടത്തെ ഗോൾ കീപ്പേഴ്സേക്കാൾ കൂടുതൽ നല്ല എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ അവർക്കുള്ളത്. ഞങ്ങളൊക്കെ കളിക്കുമ്പോൾ നമ്മളെ കാലം കൊണ്ടൊന്നും നമുക്ക് കളിക്കത്തില്ലായിരുന്നു. ഇപ്പോൾ എല്ലാം മൈനസ് കളിച്ച് ഇവരാണ് കളി ബിൽഡപ്പ് ചെയ്യുന്നത് ഗോൾ കീപ്പേഴ്സാണ്. ഒരു ടീമിൻ്റെ നട്ടലെന്ന് പറയുന്നത് ഗോൾ കീപ്പേഴ്സാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല ഒരു ഗോൾ കീപ്പർ ഉണ്ടെങ്കിൽ ആ ടീം വിൻ ചെയ്യും. അപ്പോൾ നമ്മുടെ ടീമിന് 4 ഗോൾ കീപ്പേഴ്സ് നല്ലതായിരുന്നു. അതിലൊരാളൊരു ചെറിയ നേരിയ ഇതും കൊണ്ടാണ് പോയത്. ഈ 3 പേരും നല്ല എക്സ്പീരിയൻസ് ഉള്ള KSL കളിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് കളിച്ച് വന്നിട്ടുള്ള ഗോൾ കീപ്പേഴ്സാണ്. ഈ എബിൻ റോസിനെ ആളുകൾക്കൊക്കെ അറിയാം. കോൾ വെബ്സൈറ്റ് അടക്കം എല്ലാമാണ്. ഫുട്ബോളിന് വേണ്ടി കുറേ നാൾ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. പരിശീലകനാണ്. ഒരുപാട് മത്സരങ്ങൾ കളിച്ച് പരിചയമുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഉള്ള സന്തോഷ് ട്രോഫി ടീമിനെ വിടാം. സന്തോഷ് ട്രോഫി ടൂർണമെൻറ്റ് മൊത്തത്തിലെടുത്ത ഒരു താരമൂല്യം കുറയുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യം കുറയുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഈ I ലീഗ് ISL ഒക്കെ വന്നതിന് ശേഷം പ്രധാനപ്പെട്ട താരങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്നൊരു നിയമം തീർച്ചയായിട്ടും സന്തോഷ് ട്രോഫിയെ കുറച്ച് പിന്നോട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പറയുന്നത് പോലെ കേരളത്തിന് ഇപ്പോഴും സന്തോഷ് ട്രോഫിയാണ് ലോകകപ്പ്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം കേരളത്തിൽ ഇപ്പോഴുണ്ട്. കളിക്കാർക്കും ആ വികാരമുണ്ട്. ഇപ്പം നമ്മൾ തന്നെ സെലക്ടറായ അജയൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഇന്ത്യ കളിച്ചതിനേക്കാൾ ഉപരി സന്തോഷ് ട്രോഫി കളിക്കുക എന്നതാണ് കേരളത്തിലൊരു പ്രൗഢാണ്. അപ്പം സന്തോഷ് ട്രോഫിയുടെ പ്രാധാന്യം മറ്റുള്ള സ്റ്റേറ്റുകളിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിലും, പക്ഷേ അതിനുപരി നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാ സ്റ്റേറ്റുകളും ഇപ്പം വിൻ ചെയ്യാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടം. പണ്ട് നമുക്കറിയാം 4-5 സ്റ്റേറ്റുകൾ മാത്രമാണ്, കേരളം, ബംഗാൾ, പഞ്ചാബ്, ഗോവ പോലുള്ള സ്റ്റേറ്റുകൾക്ക് ഉപരിയായിട്ട് ഇപ്പോൾ എല്ലാ ജില്ലകൾക്കും
എല്ലാ സ്റ്റേറ്റുകൾക്കും വിൻ ചെയ്യാനുള്ള ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഇപ്പോഴും ഉണ്ട്. ഈ കേരളവും അല്ലെങ്കിൽ ബംഗാളും ഒക്കെ മാറ്റി നിർത്തിയാൽ മറ്റ് സംസ്ഥാനങ്ങൾ സന്തോഷ് ട്രോഫിക്ക് ആ ഒരു പ്രാധാന്യം നൽകുന്നുണ്ടോ? കേരളമൊക്കെ നൽകുന്ന പോലത്തെ ഒരു പ്രാധാന്യം നൽകുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് നമ്മളെക്കാളി കൂടുതൽ പ്രാധാന്യം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ 4-5 സ്റ്റേറ്റുകൾ ഒതുങ്ങി നിൽക്കാതെ ഇന്ന് സന്തോഷ് ട്രോഫി ഇന്ത്യ മൊത്തം വ്യാപിച്ചിട്ടുണ്ട്. കാരണം ഈ ISL പ്രൊഫഷണൽ ടീമുകളെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ പഴയ പോലെ 7-8 സ്റ്റേറ്റുകൾ മാത്രം കവർ ചെയ്യുന്ന, ഇപ്പോൾ നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നാലും മുംബൈ സിറ്റി FC ആയിരുന്നാലും അങ്ങനെയുള്ള ഒന്ന് മാറി ഈ 34 സ്റ്റേറ്റുകളും നല്ല കഴിവുള്ള കളിക്കാരെ ഏർപ്പെടുത്തിക്കൊണ്ട് ശരിക്കും സന്തോഷ് ട്രോഫി എന്താ പറയുക, നമ്മളെ രാജ്യം മൊത്തം വ്യാപിച്ചു. നേരത്തെ രാജ്യത്തിൻ്റെ ചില മൂലകളിൽ മാത്രം ഉണ്ടായിരുന്നു, ഇന്ന് ഇന്ത്യ മൊത്തം ഏറ്റെടുത്തൊരു സന്തോഷ് ട്രോഫിയായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. കിരീടവുമായി തിരികെ വരുമെന്ന് തന്നെയല്ലേ പ്രതീക്ഷ? തീർച്ചയായിട്ടും. ഈ ടീമിൻ്റെ മാനേജർ ഷാജി കൂടി ചേരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ടീമിൻ്റെ യാത്ര എങ്ങനെയാണ്, എന്നാണ് പോകുന്നത്? ഒപ്പം തന്നെ ഒരു കാലാവസ്ഥ പ്രതികൂല ഘടകമാകാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുത്തിട്ടുള്ളത്? നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് 19-നാണ്. 20-ന് രാവിലെ നമ്മൾ അവിടെ എത്തും. 22-നാണ് നമ്മളുടെ ഫസ്റ്റ് മാച്ച് വരുന്നത്. ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വയനാട്ടിലാണ് ഇപ്പോൾ ക്യാമ്പ് ചെയ്ത് വരുന്നത്. ഇനിയിപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വയനാട്ടിലേക്ക് തന്നെ പോകുന്നു. വീണ്ടും 2 സെഷനും കൂടി അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എവിടെ നിന്നാണ് പോകുന്നത്? നമ്മൾ ഈ മാച്ച് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഡയറക്റ്റ് വയനാട്ടിലേക്ക് പോകാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. 19-ന് തിരികെ എറണാകുളത്തേക്ക് വരും. തിരികെ എറണാകുളം വരും. 10-ന് രാത്രി വരും. 19-ന് ഈവനിങ് ആണ് നമുക്ക് ഫ്ലൈറ്റ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും കേരള ടീം വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. കഴിഞ്ഞ വർഷം അവസാന നിമിഷം നഷ്ടപ്പെട്ട ആ കിരീടം അത് ഇത്തവണ തിരികെ എത്തുക എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഷെഫീഖ് ഹസൻ്റെയും സഞ്ജുവിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ പ്രതിഭാധനരായ സൂപ്പർ ലീഗ് അടക്കം കളിച്ച് പരിചയമുള്ള താരങ്ങൾ പോകുന്നത്. ഇത്തവണ കേരളത്തിലേക്ക് തന്നെ സന്തോഷ് ട്രോഫി കിരീടം തിരികെ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അഭിശങ്കറിനൊപ്പം നിതിൻ സേവ്യർ, മീഡിയ 1 കൊച്ചി.